ഹലോ എവ്രിബഡി വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഇന്ന് ഒരു ബോറിംഗ് ഡേ ആയിരിക്കും ബിക്കോസ് പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല. ഞങ്ങളിന്ന് പുറത്ത് പോകുന്നുണ്ട്. സോ ഐ തോട്ട് ഇതൊരു വ്ളോഗാക്കാമെന്ന്. ആൻഡ് അമ്മ ഇപ്പോൾ ഇത്രയും ദിവസം ലീവിലായിരുന്നു. അമ്മ തിരിച്ചു പോകാൻ പോവാണ്. അടൂരാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അമ്മ പോകുന്നതിന് മുന്നേ അമ്മയ്ക്ക് കുറച്ച് പർച്ചേസിങ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബേബിയുടെ നമ്മുടെ നൂലുകെട്ടൊക്കെ വരാൻ പോവാണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐ തോട്ട് ഞാനതൊരു വീഡിയോ ആക്കാമെന്ന്. സോ ഈ വീഡിയോ ഇനി ഞാൻ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുന്നേ ഐ ജസ്റ്റ് വോണ്ട് ടു സേ ഒരു FYI ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. ഇസ് ദാറ്റ് ലാസ്റ്റ് വീഡിയോയിൽ ഈ കാണുന്ന അങ്കിളെ ഞാൻ സുമേഷ് എന്നാണ് സംബോധന ചെയ്തത്. പക്ഷെ ശരിക്കുള്ള പേര് പത്മകുമാർ എന്നാണ്. പപ്പൻ എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. സോ ഐ ആം സോ സോറി അങ്കിൾ. ആൻഡ് ഈ വരാൻ പോകുന്ന ഇനി വീഡിയോസിൽ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഞാൻ നോക്കാം. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത് ചെറുതായിട്ട് ഞാൻ വീഡിയോ വെക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ എടുത്തിടുന്ന ഒരു വീഡിയോ ആണ്. ഹോപ്പ്ഫുള്ളി യു ഗൈസ് ലൈക്ക് ഇറ്റ്. ഐ തിങ്ക് യു ഗൈസ് ക്യാൻ കണക്ട് ടു ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ വെരി ബേസിക് ഡേ. ആൻഡ് ഇനി ഞാൻ റെഡി ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് വഴക്ക് കേൾക്കും. സോ ഹായ്. സോ ഞാൻ റെഡിയൊക്കെ ആയി, ഞാനും അമ്മയും ഞങ്ങൾ ഇറങ്ങി. പക്ഷെ ഞങ്ങൾ വേറെ സ്ഥലത്തൊക്കെ പോകുന്നതിന് മുന്നേ അച്ഛൻ്റെ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ കയറാനുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഞങ്ങൾ അച്ഛൻ്റെ മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ആക്ച്വലി എൻ്റെ ഫ്രണ്ടിനെ വിട്ടായിരുന്നു ഞങ്ങൾ ടോക്കൺ എടുപ്പിച്ചത്. അപ്പം ടോക്കൺ നമ്പർ ഒരുപാട് വലിയ നമ്പറായിരുന്നു കിട്ടിയത്. അപ്പം പെട്ടെന്ന് ആവില്ല, ഇവിടെ പ്രോസസ്സൊക്കെ ഭയങ്കര സ്ലോയാണ്. അപ്പോൾ ഞങ്ങൾ എന്നിട്ടും 1:45 ഞങ്ങളിവിടെ എത്തണമായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 1 കഴിഞ്ഞു. പക്ഷെ ഇവിടെ ഒരു 15 മിനിറ്റിനുള്ളിൽ എങ്ങനെയൊക്കെ ഞാൻ പറപ്പിച്ചെത്തിച്ചു. സോ എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോയും അതും ഇതുമൊക്കെ ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. വണ്ടി കയറി എന്ന് പറഞ്ഞു ഇവിടെ വന്നു. ആൻഡ് അമ്മ ഓടിപ്പോയി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എനിക്കറിയില്ല കിട്ടൂലെന്ന്. അമ്മ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ഐ എം ഫീലിംഗ് വെരി വെരി ഹോട്ട് ആൻഡ് ഐ എം ഹംഗ്രി, തേഴ്സ്റ്റി. എനിക്കറിയില്ല, കുറേ ഫീലിങ്സ് ഉണ്ട്. കുറേ എന്തൊക്കെയോ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ബട്ട് അമ്മ വരണം ഇതിനൊക്കെ, കാരണം അമ്മയാണ് എൻ്റെ ഒഫീഷ്യൽ സ്പോൺസർ. സോ അമ്മ വന്നിട്ട് വേണം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ. എൻ്റെ ഔട്ട്ഫിറ്റ് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഞാൻ എവിടെയെങ്കിലും ഞാൻ പോകുമ്പോഴത്തേക്കും ലൈക്ക് വലിയ ഏതെങ്കിലും ഷോപ്പിൽ പോകുമ്പോൾ വലിയൊരു മിറർ കാണുകയാണെങ്കിൽ ഞാൻ എൻ്റെ OOTD കാണിച്ചു തരാം. സോ നമുക്ക് ഇനി നമ്മൾ പോകാൻ പോണ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വെച്ച് കാണാം. എനിക്കറിയില്ല എവിടെയാണ്, അതുകൊണ്ട് ഞാൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നോ ക്ലൂ. സോ വിൽ സീ ദെയർ. ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ സ്വർണ്ണമഹലിലേക്ക് പോയിരുന്നു. ഇത് സിഗ്നൽ എന്നപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ്. കൊള്ളാലേ. ഞങ്ങൾ നേരെ പിന്നെ സ്വർണ്ണമഹലിലാണ് പോയത്. അവിടെ നവരാത്രിയുടെ ഈ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മാലയുടെ സെക്ഷൻ്റെ ഇവിടെ വന്നിരുന്നു, മാലയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അമ്മ ഇങ്ങനെ അച്ഛന് പണ്ട് ഒരു മാല ഇതുപോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഒരു മാലയുടെ ഡിസൈൻ കണ്ടപ്പോൾ. അപ്പോൾ അത് തന്നെ എടുത്താലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ പിന്നെ വെയിറ്റും ഇതൊക്കെ നോക്കണമായിരുന്നല്ലോ, അതൊക്കെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്താണ് ഈ ചേട്ടൻ എനിക്ക് കോഫി കൊണ്ടുവന്ന്. പെട്ടെന്ന് കോഫി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെ നിവർന്നിരുന്നത് ഇങ്ങനെ ഭയങ്കര റെസ്പെക്റ്റോടെ കൊണ്ടുവന്നുണ്ട് കേട്ടോ. നല്ലൊരു ചേട്ടനായിരുന്നു. കോഫി കൊണ്ടുവന്നു. ഞാൻ അങ്ങനെ കോഫിയും ചായയൊന്നും കുടിക്കാറില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഈ കടയിൽ കിട്ടുന്ന കോഫിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കോഫി വേണോ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവന്നു എന്ന് പറഞ്ഞത്. കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മാലയൊക്കെ എടുത്തു തന്നത് ഈ ചേച്ചിയായിരുന്നു കേട്ടോ. ഭയങ്കര നല്ല ചേച്ചിയായിരുന്നു. എല്ലാം ഇങ്ങനെ കറക്റ്റായി പറഞ്ഞു തരുമായിരുന്നു. ഇത് ഞങ്ങൾ സിൽവറിൻ്റെ സെക്ഷൻ വന്നു ഫസ്റ്റ് ഫ്ലോറിൽ. ഇവിടെ സിൽവറിൻ്റെ കളക്ഷൻ അടിപൊളിയാണ്. ഇഷ്ടം പോലെ സാധനമുണ്ട് സിൽവറിൽ വരുന്നത്, പല 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 ടൈപ്പ് സാധനങ്ങൾ. അമ്മ ഈ വളമൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഈ വളകളൊക്കെ കണ്ടപ്പോൾ 2-3 വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. റിങ്സും കമ്മലുമാണ് അമ്മ ഇവിടെ നിന്ന് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങൾ കണ്ടത് ഈ മാലയുടെ സെക്ഷനാണ്. കുറച്ച് സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്നത് ആക്ച്വലി ഒഴിവാക്കിയിട്ട് ഒരു ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇത് വന്ന് വാങ്ങിക്കുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ലാഭം ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതും സിൽവറാണ്. സിൽവറിൻ്റെ മുകളിൽ ഗോൾഡിൻ്റെ പ്ലേറ്റിംഗ് വന്നേക്കുകയാണ്. എനിക്ക് ഈ കമ്മൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അതാണ് ഞാൻ ഈ വെച്ചൊക്കെ നോക്കുന്നത്. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, OOTD എടുക്കണമല്ലോ എന്ന്. എങ്ങനെയുണ്ട്?
നല്ല രസമല്ലേ? എന്താണെന്നറിയില്ല, എന്തൊരു പ്രത്യേക ഭംഗിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ എൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിക്കുകയുള്ളൂ. കമ്മൽ, പൊട്ട്, ആഹാ. നേരത്തെ പറഞ്ഞതുപോലെ കല്യാണങ്ങൾക്ക് ഇതുപോലെ സിൽവറൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി പൈസ നമുക്ക് വേറെ എന്തൊക്കെ കാര്യത്തിന് യൂസ് ചെയ്യാമെന്നറിയോ? ഇത് ഞാൻ ദേ പിന്നെ ഒരു കണ്ണാടി കണ്ടു. ഫുൾ എടുക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെയും ഫുൾ എടുക്കുകയാണ്. എൻ്റെ ഭംഗി പിന്നെയും ഞാൻ ആസ്വദിക്കുകയാണ്. ഞങ്ങൾ ദേ താഴേക്ക് പോവുകയാണ് എല്ലാം ബില്ലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാല എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ്. അച്ഛൻ ഡോണ്ട് വെറി, ഐ ബൈ യു ദിസ് സൂൺ. നവരാത്രി സ്പെഷ്യലായിട്ട് ഇങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ ദൈവങ്ങളെ വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഇത് ഞാൻ ആക്ച്വലി ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. നല്ല ഭംഗിയായിട്ടാണ് അവർ അറേഞ്ചൊക്കെ ചെയ്തിരുന്നത്. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. വോയിസ് കേൾക്കുന്നുണ്ടോ? കൊടുത്തോ. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ബാംഗിൾസ് ഒക്കെ കിട്ടിയായിരുന്നു അവിടെ നിന്ന്. മാലയൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിപ്പോൾ വേറൊരു സ്ഥലത്ത് വന്നേക്കാണ് തള വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സോ ഇനി അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ബാക്ക്. സോ ഞങ്ങൾ മാലയൊക്കെ വാങ്ങിച്ചു, എല്ലാമൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ഫൈനലി ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വെച്ചു. ഫുഡല്ല, മസാല ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഞാൻ പക്ഷെ ഫ്രൈഡ് റൈസ് 2 ദിവസം മുന്നേ കഴിച്ചായിരുന്നു ഇവിടെ നിന്ന്. ഞങ്ങൾ അരുണയിലാണുള്ളത്, ട്രിവാൻഡ്രത്ത്. ദ ബെസ്റ്റ്. ആൻഡ് ഞാൻ ഫ്രൈഡ് റൈസ് പറയാമെന്ന്, അമ്മ മസാല ദോശ ഉണ്ടോയെന്ന് അറിയില്ല, ചോദിച്ചത്. There is no fried rice, there is only masala dosa. She's happy because she got masala dosa. I'm not happy so much. അമ്മ നെയ് റോസ്റ്റാ, ഞാനാ മസാല. ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എൻ്റെ മുഖത്തിൻ്റെ പകുതി മാത്രം പൊക്കുമ്പോൾ ഒരു ശാപമായി മാറിയ നിമിഷങ്ങളാണിത്. പറഞ്ഞിട്ടെന്താ, ബാക്ക് ക്യാം നല്ലതായോണ്ട് കേട്ടോ ഇത്രയും കഷ്ടപ്പാടൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് കോമഡി. ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് അത്രയല്ലേ അറിയുള്ളൂ. ഇതൊക്കെ വന്നോന്ന് പോലും എനിക്കറിയില്ല. നേരത്തെ അങ്ങനെ വലുതായിട്ടൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഒരു മസാല ദോശ കഴിക്കാനുള്ള വിശപ്പ് ആക്ച്വലി എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല മൊരിഞ്ഞ മസാല ദോശയും നെയ് റോസ്റ്റ് വന്നു. ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തിന്നാനുള്ള അനുമതി ഞാൻ പറഞ്ഞപ്പോഴായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അമ്മ ഫൈനലി നെയ് റോസ്റ്റിനെ 10 കഷ്ണമാക്കി കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു. മസാല ദോശയിൽ കൈവച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും വിത്തിൻ സെക്കൻഡ്സ്. ഞാൻ കൈ കഴുകിയില്ല. അമ്മ പറയുന്നു ഞാൻ കൈ കഴുകി. എന്നാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് ചമ്മന്തിയിലും സാമ്പാറിലൊക്കെ നോക്കി പെട്ടെന്ന് അതിൻ്റെ ഉള്ളിട്ട് ആഹാ. ഫൈനലി കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ നെടുമങ്ങാട് വന്നേക്കുവാണ്. അമ്മയ്ക്ക് എന്തോ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ എന്തോ കൊടുക്കണം, അപ്പം അങ്ങനെ വന്നേക്കുവാണ്. എൻ്റെ മുഖം കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇവിടെ അമ്മയ്ക്ക് വേണ്ടി പിന്നെയും കാത്തു കെട്ടി കിടക്കും. ഇന്നൊരു കാത്തു കെട്ടി കിടക്കുന്ന ദിവസമാണ്. ഇത് കൊള്ളാം, അത് നല്ലൊരു ലൈനാണ്, നല്ലൊരു ക്യാപ്ഷൻ അല്ലേ? കാത്തു കെട്ടി കിടക്കുന്ന ദിവസം. നല്ല ചളി. അയ്യോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നേരെ വണ്ടി ഓടിച്ചു. അതിൻ്റെ ഇടയിലൊന്നും എടുക്കാൻ പറ്റില്ല, ഭയങ്കര ട്രാഫിക്കായിരുന്നു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ നെടുമങ്ങാട് വന്നേക്കുക. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിലേക്ക്. ബട്ട് ഇപ്പോൾ ഇവിടെ വന്ന് അമ്മയുടെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നാനൊക്കെ വാങ്ങിക്കുമായിരിക്കും. പിന്നെയും വാങ്ങിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. അപ്പോൾ ഇനി വീട്ടിൽ വെച്ച് കാണാം. അതിൻ്റെ നടുക്ക് എന്തെങ്കിലും കാണിക്കാൻ പറ്റുവാണെങ്കിൽ അതും കൂടി കാണിക്കാം കേട്ടോ. കാണിക്കേണ്ടി വന്നു. ദേ അമ്മയ്ക്ക് കുടയും ബാഗും ഒക്കെ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദേ സെൻറ്റ് ജോർജിലേക്ക് പോയാണ്. ഇവിടുത്തെ ഫേമസ് കടയാണ്. അപ്പോൾ ഫസ്റ്റ് അമ്മ കുട എന്തോ നോക്കാൻ പോയി. കുട അമ്മ ഇഷ്ടമുള്ളൊരു കളറൊക്കെ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, എനിക്കറിയില്ല. പിന്നെ ദേ കുട എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാഗിൻ്റെ സെക്ഷനിൽ വന്നു. പിന്നെ അമ്മ ആ തോളി തൂക്കിയിരിക്കുന്ന ബാഗ് കണ്ടോ, അതാണ് ഞാൻ ചൂസ് ചെയ്തത്. അത് തന്നെയാണ് ദേ കയ്യിൽ വെച്ചിരിക്കുന്ന ബാഗ്. അടിപൊളി ബാഗല്ലേ, അതാണ് വാങ്ങിച്ചത്. നല്ല ബാഗാണ്, നല്ല രസമുണ്ടായിരുന്നു ആ ബാഗ് കാണാൻ. So we are back home.
മഴ പെയ്യാൻ തുടങ്ങി ജസ്റ്റ് നൗ. ഞങ്ങൾ വന്നപ്പോൾ വരുന്നത് വരെ ഇല്ലായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ഇവിടെ എത്താറായപ്പോഴത്തേക്കും പടയെന്ന് പറഞ്ഞാൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ വീടെത്തി, ഞാൻ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. സോ ബിഫോർ ദാറ്റ് ഐ വോണ്ട് ടു സേ, ലൈക്ക് ഐ ടോൾഡ് യു, ഇറ്റ് വാസ് എ വെരി വെരി ഷോർട്ട് ഡേ. അങ്ങനെ ഒരുപാട് ഷോപ്പിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ബേബിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഗോൾഡ് എടുക്കാനുണ്ടായിരുന്നു, അതൊക്കെ ആയിരുന്നു. വേറെ വലിയ ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ കുറച്ച് ഡ്രൈ ക്ലീനിങ്, ഭയങ്കര ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആൻഡ് പിന്നെ ഐ തോട്ട് ബിക്കോസ് പുറത്ത് പോകുന്ന ഒരു ടൈമാണല്ലോ, സോ ഐ തോട്ട് ഐ വുഡ് ജസ്റ്റ് മേക്ക് ദിസ് എ വ്ളോഗ്. സോ ബേസിക്കലി ദിസ് ഗോണ ബി the most boring video, but then I hope you guys like it, because this is actually a genuine normal day of many people's life. So ഞാൻ ജസ്റ്റ് ഇന്ന് ഇതുപോലെ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചപ്പോഴത്തേക്കും ഒബ്വിയസ്ലി കുറേ ആയി സ്ഥലത്തോടെ എനിവേ പുറത്ത് പോയാണ്, സ്ഥലത്തോടെ ടേക്കിംഗ് എ വീഡിയോ. സോ ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ. സോ if you guys really like the video, and if you guys didn't like the video, please like, share and subscribe, and don't forget to click on the bell icon so that ഇനിയും എപ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടൂ, എന്തൊക്കെ ബോറിങ് കണ്ടന്റ് ആണെങ്കിലും എന്തൊക്കെ അടിപൊളി കണ്ടന്റ് ആണെങ്കിലും നിങ്ങൾക്ക് അത് കറക്റ്റ് ടൈമിന് കാണാൻ പറ്റണം. സോ ഐ ജസ്റ്റ് വോണ്ട് ടു സേ ബൈ. ടാറ്റാ. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. ടാറ്റാ.